നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇരട്ടച്ചങ്കല്ല, അങ്ങേർക്കുള്ളത് രണ്ട് കൊട്ടത്തേങ്ങ. ഇത് പറയുന്നത് ഞാനല്ല, CPM-കാർ തന്നെ ഇപ്പോൾ പിണറായി വിജയനെ വിമർശിക്കുന്നതാണ്. ഈ 10 വർഷം നമ്മൾ കേട്ടോണ്ടിരുന്നത് ഇരട്ടച്ചങ്കൻ ഇരട്ടച്ചങ്കൻ ഇരട്ടച്ചങ്കൻ, കപ്പിത്താൻ, ക്യാപ്റ്റൻ എന്നൊക്കെ ആയിരുന്നല്ലോ. ആ വിളികളൊക്കെ മാറി. ഇപ്പോൾ പിണറായിയെ തെറി വിളിക്കുകയാണ് അണികളും ജനങ്ങളും എല്ലാവരും. പിണറായി വിജയൻ നട്ടെല്ലുണ്ടെങ്കിൽ ഒരു വാർത്താ സമ്മേളനം നടത്തണം എന്നുള്ള ആവശ്യം ശക്തമാകുകയാണ്. CPM-കാരുടെ കാല് വാരിയിട്ട് അവരെ പടുകുഴിയിൽ ചാടിച്ചിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും രക്ഷപ്പെട്ട് നടക്കുകയാണ് പിണറായി. തോൽവിയിൽ ഒരു വരി കുറിപ്പിട്ട് തടി തപ്പുകയാണ് പിണറായി ചെയ്തത്. സാധാരണ പിണറായി വിജയൻ എന്തായിരുന്നു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്? ഈ 10 വർഷക്കാലവും മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് നിന്ന് വലിയ ചന്ദ്രഹാസം ഇളക്കലായിരുന്നല്ലോ. അതായത് ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും ഒക്കെ ഞാൻ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ പറയും, കേരളം കേട്ടോണം. മാധ്യമങ്ങൾ എന്നോട് കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കാൻ നിൽക്കരുത്, ഞാൻ ഉത്തരം പറയും, അതങ്ങ് കേട്ടാൽ മതി, അത് നിങ്ങൾ അങ്ങ് സംപ്രേഷണം ചെയ്താൽ മതി. ഈ ഒരു ലൈനായിരുന്നു. പക്ഷേ അടപടലം തോറ്റ് തൊപ്പിയിട്ടതോടെ ഇപ്പോൾ ഒരക്ഷരം പിണറായി പ്രതികരിക്കുന്നതേയില്ല. മാധ്യമങ്ങളെ കാണാനേ താല്പര്യപ്പെടുന്നില്ല. അവരെ കാണുന്നതേ പിണറായിക്ക് കലിയാണെന്നല്ല, പേടിയാണ്. തന്നെയും പിന്നെയും മെഴുകാൻ MV ഗോവിന്ദനെയാണ് ഇറക്കി വിടുന്നത്. ഇപ്പോൾ പിണറായിക്ക് നേരെ വലിയ ഒരു വിമർശനം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. തോൽവിയുടെ കാരണം എന്താണെന്ന് പിണറായി നേരിട്ട് വന്ന് പറയുക, വാർത്താ സമ്മേളനം നടത്തുക. അന്തസ്സുണ്ടെങ്കിൽ, നട്ടെല്ലുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. കാരണം ഈ 10 വർഷക്കാലം പിണറായി മുഖ്യമന്ത്രി മാത്രമായിരുന്നില്ലല്ലോ. CPM എന്ന് പറഞ്ഞാൽ പിണറായി, പിണറായി എന്ന് പറഞ്ഞാൽ CPM, അതായിരുന്നല്ലോ. മൊത്തത്തിൽ പാർട്ടിയെയും ഭരണകൂടത്തെയും ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുകയായിരുന്നു. അപ്പോൾ പാർട്ടി തോൽക്കുമ്പോൾ ആരാണ് ജനങ്ങളോട്, CPM-ന്റെ പ്രവർത്തകരോട് മറുപടി പറയാൻ രംഗത്തേക്ക് വരേണ്ടത്? MV ഗോവിന്ദനാണോ? പാർട്ടി സെക്രട്ടറി കസേരയിൽ വെറുതെ ഗോവിന്ദനെ കൊണ്ടിരുത്തിയതേ ഉള്ളൂ. ഒരു റബ്ബർ സ്റ്റാമ്പ് ആയിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. പിണറായി പറയുന്നു, തലകുലുക്കി ഗോവിന്ദൻ അനുസരിക്കുന്നു. അത് മാത്രമായിരുന്നു സംഭവിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ CPM-ന്റെ തോൽവിക്ക് ആരാണ് മറുപടി പറഞ്ഞ് രംഗത്തേക്ക് വരേണ്ടത്? അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? പിണറായി വിജയന്. പക്ഷെ പിണറായി വിജയൻ എന്തുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നില്ല? അതൊരു ചോദ്യമല്ലേ? തോൽവി ഏറ്റുവാങ്ങി ഇപ്പോൾ എത്ര ദിവസമായി? കാവൽ മുഖ്യമന്ത്രിയായിട്ട് പിണറായി തുടരുകയാണ്. അതിനി കുറച്ച് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്ക് കാവൽ മുഖ്യമന്ത്രിയുടെ കസേരയിൽ നിന്ന് അങ്ങ് ഇറങ്ങി കൊടുക്കണം. അല്ലാതെ എന്തായാലും ഇനി 5 വർഷക്കാലം കാവൽ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ കഴിയില്ലല്ലോ. പിണറായി വിജയൻ ഈ പാർട്ടിയോടും പാർട്ടി പ്രവർത്തകരോടും ജനങ്ങളോടും ചെയ്തതിന് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള ആവശ്യവും ശക്തമാകുന്നു. പക്ഷെ പിണറായി വിജയന് നേരെ ഇപ്പോൾ വെല്ലുവിളിയുമായിട്ട് എല്ലാവരും രംഗത്തേക്ക് വരുന്നത്, മുൻപ് ചന്ദ്രഹാസം ഇളക്കി വാർത്താ സമ്മേളനങ്ങൾ നടത്തിയതുപോലെ പിണറായി വിജയൻ രംഗത്തേക്ക് വന്ന് ഒരു വാർത്താ സമ്മേളനം, ഒരെണ്ണം കൊടുക്കാനാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി അതിന് തയ്യാറാകുമോ? ഇവിടെ ആർക്കും, പാർട്ടി പ്രവർത്തകർക്കും കേരളത്തിലെ ജനങ്ങൾക്കും MV ഗോവിന്ദന്റെയോ അല്ലെങ്കിൽ AK ബാലന്റെയോ EP ജയരാജന്റെയോ കണ്ണൂരിലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രബല നേതാക്കളുടെയോ വാർത്താ സമ്മേളനം കേൾക്കാൻ താല്പര്യമില്ല. എന്തിനേറെ MA ബേബിയുടെ പോലും വാർത്താ സമ്മേളനം നമുക്ക് കേൾക്കണ്ട. പക്ഷെ പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനം നടത്തണം. പിണറായി വിജയൻ എന്ത് പറയുമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അറിയേണ്ടത്. മാധ്യമങ്ങൾക്ക് ഇക്കുറി ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടാകുമോ എന്നുള്ളതും അറിയണം. കഴിഞ്ഞ ഇടയ്ക്കൊക്കെ എന്തായിരുന്നു, അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ പിണറായി വിജയന്റെ ഒരു ധാർഷ്ട്യം ഉണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപിൽ. അതായത് 11 പേരോളമാണ് ഈ കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ചാനലിലും പത്രത്തിൽ നിന്ന് വാർത്താ സമ്മേളനത്തിന് വന്നത്. അവർക്ക് മാത്രം ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്തു. 3 ചോദ്യം. അതിൽ 2 ചോദ്യം കൈരളിയുടെ വക, ഒരെണ്ണം ദേശാഭിമാനിക്കും. മറ്റ് ഒരു മാധ്യമങ്ങൾക്കും ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അവസരം കൊടുത്തതുമില്ല. അങ്ങനെ ഗതികെട്ട് അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്നത് പോലെ ഒടുക്കം മാധ്യമ പ്രവർത്തകർ തന്നെ പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന കാഴ്ചയും നമ്മൾ അവസാന ഘട്ടത്തിൽ കണ്ടു. CMA ഇത് ശരിയല്ല എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ എഴുന്നേറ്റ് നിന്ന് പിണറായിക്ക് നേരെ പറയുകയായിരുന്നു. അതായത് ഞങ്ങളൊക്കെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, കൈരളിക്കും ദേശാഭിമാനിക്കും മാത്രമാണ് ചോദ്യം ചോദിക്കാൻ അവസരമെങ്കിൽ ഞങ്ങളെ പിന്നെ എന്തിനു വിളിച്ചു എന്നുള്ള ചോദ്യം പിണറായിക്ക് നേരെ ഉയർന്നു. അന്ന് പിണറായിയുടെ ഒരു ധാർഷ്ട്യം നമ്മൾ കണ്ടു. അതായത് ഈ മാധ്യമ പ്രവർത്തകന്റെ ഇത്തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ കേട്ടുകൊണ്ട് നടന്നു പോകുകയായിരുന്നു പിണറായി. പെട്ടെന്ന് പിണറായി വിജയനോട് ഇത് ശരിയല്ല CMA എന്ന് പറയുമ്പോൾ പിണറായി അവിടെ നിന്നിട്ട് പിന്നീട് നടന്ന് തിരികെ വന്ന്
സീറ്റിൽ ഇരുന്നു കൊണ്ട് കലിപ്പിച്ച മുഖവുമായിട്ട് പിണറായി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഞാൻ അറിയില്ല, ചോദിക്കണമെന്ന്. പക്ഷേ ചോദിക്കാൻ എവിടെയാണ് അവസരം തന്നത്? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഈ 10 വർഷക്കാലത്ത് മാധ്യമങ്ങൾക്ക് പിണറായിയോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? MV ഗോവിന്ദൻ ഇടയ്ക്കിടെ രംഗത്തേക്ക് വരും. അതായത് സർക്കാരിനെതിരെയും പിണറായിക്കെതിരെയും ചില ആരോപണങ്ങൾ വരുമ്പോൾ അതിന് പോലും മറുപടി പറയാൻ രംഗത്തേക്ക് വരുന്നത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണ്. എന്തിനാണ് MV ഗോവിന്ദനെ കൊണ്ട് മറുപടി പറയിക്കുന്നത്? സർക്കാരിനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ സർക്കാരിന്റെ തലപ്പത്താരാണ്? പിണറായി വിജയൻ. ആ പിണറായി വിജയനല്ലേ മറുപടി പറയേണ്ടത്? പക്ഷെ അപ്പോഴൊന്നും പിണറായി വിജയൻ മറുപടി പറയാതെ, അപ്പോഴും മാധ്യമങ്ങളെ പേടിച്ച് മിണ്ടാതെ MV ഗോവിന്ദനെയും AK ബാലനെയും ഒക്കെ വാർത്താ സമ്മേളനങ്ങൾ നടത്താൻ ഇറക്കി വിടുന്നത് നമ്മൾ കണ്ടതായിരുന്നു. നമ്മളെപ്പോഴും മോദിയുടെ കാര്യം പറയാറുണ്ട്. മോദിക്കും ഇതുപോലെ തന്നെയാണ്. മാധ്യമങ്ങളെ ഭയമാണ്, ചോദ്യങ്ങളെ ഭയമാണ്. അതിന്റെ വേറൊരു വെർഷനാണ് പിണറായി വിജയൻ. മാധ്യമങ്ങൾ കൂടുതൽ ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കണ്ട, കാരണം ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. എൻ്റെ അണ്ണാക്കിലെ പിരിവെട്ടിയിരിക്കുകയാണ്. പക്ഷെ അണ്ണാക്കിലെ പിരിവെട്ടിയിരിക്കുകയാണെന്ന് നാട്ടുകാർ അറിയരുത്. അതിനുവേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക? മാധ്യമങ്ങളോട് ഗുണ്ടായിസം കാണിക്കുക, എനിക്ക് പറയാൻ സൗകര്യമില്ലെന്ന് പറയുക, എനിക്ക് അറിയാൻ പാടില്ലപ്പ എന്ന് പറയുക, എനിക്ക് ഇപ്പോൾ പറയാൻ സൗകര്യമില്ല, നീ കൊണ്ട് കേസ് കൊട്, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെയുള്ള ധാർഷ്ട്യം പുറത്തെടുത്ത് മാധ്യമങ്ങളോട് കൊമ്പ് കോർക്കുക. അങ്ങനെ മാധ്യമങ്ങളോട് പോരടിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഇറങ്ങിപ്പോകുക. പക്ഷേ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും വേണം. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, അതായിരുന്നു പിണറായി വിജയന്റെ 10 വർഷക്കാലത്തെ പ്രവർത്തനം. പിന്നെ PR വർക്ക് കൊണ്ട് മതിച്ചു പുളയ്ക്കുകയും ചെയ്തു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ ഓർക്കുന്നില്ലേ, കോവിഡ് മഹാമാരി. ആ സമയത്ത് KK ശൈലജ ടീച്ചർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും KK ശൈലജയോട് അടുത്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളത് വരെ KK ശൈലജ എന്ന ഒറ്റ പേരിലേക്ക് കേരള ജനത പറഞ്ഞു. ഇതോടുകൂടി അപകടം മണത്ത പിണറായി വിജയൻ പിന്നെ നടന്ന വാർത്താ സമ്മേളനങ്ങളിലൊക്കെ KK ശൈലജയെ ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തിയിട്ട് അങ്ങ് മൈക്ക് ഏറ്റെടുക്കുന്നതായിരുന്നു. പിന്നീട് 6 മണിക്ക് പിണറായി വിജയന്റെ തല ഫുൾ ഫിഗർ. ഒടുക്കം വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിൻവാങ്ങിയത് എപ്പോഴാണ്? അതായത് PPE കിറ്റുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ, കോവിഡിൽ മരണപ്പെട്ട മനുഷ്യരുടെ കണക്കുകൾ തെറ്റായി കൊടുത്തപ്പോൾ, അതിനെതിരെ വലിയ വിമർശനവും ആരോപണങ്ങളും വന്നപ്പോൾ ആ സമയത്തും വാർത്താ സമ്മേളനത്തിൽ നിന്ന് നൈസായിട്ട് അങ്ങ് മുങ്ങി. പിന്നെ മൈക്ക് KK ശൈലജയ്ക്ക് തന്നെ കൊടുത്തു. കാരണം ആരോപണം വന്നല്ലോ. അഴിമതി ആരോപണവും ഈ കള്ളക്കണക്കും പുറത്തു വന്നതോടുകൂടി മാധ്യമങ്ങൾ തലങ്ങും വിലങ്ങും ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അതോടുകൂടി മൈക്ക് ഇട്ട് എറിഞ്ഞിട്ട് ശൈലജയ്ക്ക് കൊടുത്തിട്ട് പിണറായി രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് ആ വിവാദം കെട്ടടങ്ങിയപ്പോൾ വീണ്ടും ശൈലജയിൽ നിന്ന് മൈക്ക് പിടിച്ച് മേടിക്കുന്ന പിണറായിയെ നമ്മൾ കണ്ടു. അങ്ങനെ പിണറായി വിജയൻ ഒരു ധാർഷ്ട്യവും അഹങ്കാരവുമായി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന ശൈലിയായിരുന്നു. അങ്ങനെ മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറയേണ്ടതാണോ? ശരിയാണ്, മാധ്യമങ്ങളുടെ ഭാഗത്ത് പിഴവുകൾ സംഭവിക്കുമ്പോൾ അവരെ തിരുത്താം. അത് ജനങ്ങൾക്കുൾപ്പെടെ മാധ്യമങ്ങളെ തിരുത്താനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഭരണഘടനയുടെ 4ാം തൂണാണ് മാധ്യമങ്ങൾ. പക്ഷേ മാധ്യമങ്ങൾക്ക് മറ്റൊരാളുടെ മൂക്കിൻ തുമ്പത്ത് വരെ മാത്രമേ അധികാരമുള്ളൂ. അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാൻ കഴിയില്ല. പക്ഷെ ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. കേരളവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സർക്കാരുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ആളാണ്. പക്ഷെ പിണറായി വിജയൻ മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന നയമെടുത്തു. ഇവിടെ മാധ്യമങ്ങളോട് എതിർപ്പുണ്ടായിരുന്ന കാലത്ത് VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും ഒക്കെ സ്വീകരിച്ച ഒരു നടപടിയുണ്ട്. അവരെ ചിരിച്ചുകൊണ്ട് നേരിട്ട നേതാക്കളാണ് അവരെല്ലാവരും. മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഭരണകൂടത്തിന്റെ തലപ്പത്തുള്ളവർ കൃത്യമായ മറുപടി പറയണം. പക്ഷേ പിണറായി വിജയന്റെ ഒരു ശൈലി എന്തായിരുന്നു? എനിക്ക് പറയാൻ സൗകര്യമില്ല, ഞാൻ പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയില്ല. ആ ഒരു നയമായിരുന്നു. ആ ഒരു നയം സ്വീകരിക്കാൻ പിണറായി വിജയന്റെ കുടുംബത്തിലെ കാര്യം ആരും ചോദിച്ചില്ല. ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു നിങ്ങളെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അങ്ങനെ ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിവില്ല എങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എന്തായാലും പിണറായി വിജയൻ പക്ഷെ ഇപ്പോൾ ഒരു മാധ്യമങ്ങൾക്ക് മുൻപിലേക്കും എത്തുന്നില്ല. ഒരു ചോദ്യം ചോദിച്ചോട്ടെ CMA എന്ന് ചോദിച്ചാൽ പോലും തലയും കുനിച്ചൊരു ഒറ്റ പോക്കാണ്. പക്ഷെ ഇതിനു മുൻപ് അങ്ങനെ ആയിരുന്നില്ല. ഒരു ചോദ്യം CMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുമായിരുന്നു. അങ്ങനെ അടപടലം കൊമ്പത്തൂന്ന് താഴെ വീണിരിക്കുന്ന ഒരു പിണറായി വിജയനെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പിണറായി വിജയനോട് കേരളത്തിലെ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും പറയുകയാണ്, ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന്. അതില്ലാത്തത് കൊണ്ടാണല്ലോ MV ഗോവിന്ദനെ ഇടയ്ക്കിടെ വാർത്താ സമ്മേളനത്തിന് വേണ്ടി ഇറക്കി വിടുന്നത്.
ഇപ്പോൾ പിണറായി വിജയന് നേരെ വിമർശനങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനെ മുന്നണിയിലുള്ള ഘടകകക്ഷികൾ എല്ലാവരും തന്നെ വിമർശിക്കുന്നു. CPI വിമർശിച്ചു. ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മും കടുത്ത വിമർശനം പിണറായിക്ക് നേരെ ഉയർത്തിയിരിക്കുകയാണ്. ദയനീയ പരാജയത്തിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് എന്ന ആരോപണവുമായി കേരള കോൺഗ്രസ് എം രംഗത്ത് വന്നു. ശനിയാഴ്ച നടന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പിണറായി വിജയനെതിരെ ഒരു വിഭാഗം നേതാക്കൾ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം പൂർണ്ണമായും മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തിയാണ് നയിച്ചതെന്നും അത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്നും പാർട്ടി വിലയിരുത്തിയത്. ഇനിയും പിണറായി വിജയൻ തന്നെ മുന്നണിയെ നയിച്ചാൽ ബംഗാളിലെ ഇടതുപക്ഷത്തിന് സംഭവിച്ചത് സമാനമായ തകർച്ച കേരളത്തിലും ഉണ്ടാകുമെന്നാണ് കേരള കോൺഗ്രസ് എം നേതാക്കൾ വ്യക്തമാക്കിയത്. ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയുടെ ശൈലിയും പരാജയത്തിന് ആക്കം കൂട്ടിയെന്നും നേതാക്കൾ പറഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതാവാകരുത് എന്നുള്ള ആവശ്യമാണ് കേരള കോൺഗ്രസ് എമ്മും എടുത്തിരിക്കുന്നത്. അടിയന്തര തിരുത്തൽ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പാർട്ടി വലിയ പ്രതിസന്ധിയിലാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ CPM അണികൾ വ്യാപകമായി ക്രോസ് വോട്ട് ചെയ്തതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ പോലും തോൽവിക്ക് കാരണമായതെന്നും വിമർശനം ഉയർന്നു. കേരള കോൺഗ്രസ് എം LDFന്റെ ഭാഗമായതിനു ശേഷം ആദ്യമായാണ് പിണറായിക്കെതിരെ ഇത്തരമൊരു വിമർശനം ഉണ്ടാകുന്നത്. പിണറായിക്ക് നേരെ 4 വഴിക്കൂടെയും വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കാർക്ക് പോലും കയ്യെത്തുന്ന ദൂരത്ത് പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും പിണറായി വിജയൻ പൊതുവേദികളിൽ അങ്ങേറ്റം ധാർഷ്ട്യം കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങ് അമ്പൂരിയിൽ ഒരു CPM പ്രവർത്തകയെ, നേതാവിനെ പൊതുവേദിയിൽ വെച്ച് അധിക്ഷേപിക്കുന്ന പിണറായിയെ നമ്മൾ കണ്ടു. അവർ എന്തോ ഒന്ന് പറയാൻ ചെല്ലുമ്പോഴത്തേക്ക് മാറിപ്പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ധാർഷ്ട്യം കാണിക്കുന്ന പിണറായിയെ നമ്മൾ കണ്ടു. കോന്നിയിൽ വെച്ച് അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന പിണറായിയെ നമ്മൾ കണ്ടു. ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് സ്ഥിരം പിണറായിക്ക് ഈ മൈക്ക് ഒരു പണിയാണല്ലോ. അങ്ങനെ മൈക്ക് ഓപ്പറേറ്റർമാരോട് ധാർഷ്ട്യം കാണിക്കുന്ന പിണറായിയെ നമ്മൾ ഈ 10 വർഷക്കാലത്ത് പല സമയത്ത് കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാവരോടും ഒരു ദേഷ്യമായിരുന്നു പിണറായി വിജയൻ പലപ്പോഴും പുറത്തു കാണിച്ചിരുന്നത്. പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് മൂളിയതിന്റെ പേരിൽ ഒരുപാട് ഉപദ്രവം നേരിട്ടിട്ടുണ്ട് എന്നും സംസ്ഥാനത്ത് പിണറായി ഭരണം ഇല്ലാതായതിൽ സന്തോഷമുണ്ടെന്നും മൈക്ക് ഓപ്പറേറ്റർ ആയിരുന്ന S. രഞ്ജിത്ത് ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സംസാരിക്കുമ്പോൾ മൈക്ക് തകരാറിലായതിന്റെ പേരിൽ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുക്കുകയും ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ചെയ്യാത്ത തെറ്റിന് കോടതി കയറേണ്ടി വന്നുവെന്നും കേസ് നടത്തേണ്ടി വന്നുവെന്നും രഞ്ജിത്ത് പറഞ്ഞു. പല സ്ഥലങ്ങളിലും പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ മൈക്ക് പ്രശ്നമുണ്ടായെങ്കിലും എന്റെ പേരിൽ മാത്രമാണ് കേസെടുത്തത്. ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് എന്നെ മാത്രം വേട്ടയാടിയത്. CPMന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് വലിയ വേട്ടയാടലുകളായിരുന്നു നേരിട്ടത്. അന്ന് പിണറായി പ്രസംഗിക്കുന്നതിനിടെ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചിരുന്നു. അതിനിടെ ഒരു ക്യാമറാമാന്റെ ബാഗ് കൺസോളിൽ തട്ടിയാണ് മൈക്ക് ഹൗളിംഗ് ഉണ്ടായത്. മുദ്രാവാക്യം വിളിക്കൊപ്പം ഹൗളിംഗ് കൂടി വന്നപ്പോൾ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് പോലീസ് വിചാരിച്ചത്. അതോടെയാണ് എനിക്കെതിരെ കേസെടുക്കുകയും ഉപകരണങ്ങൾ പിടിച്ചു വെക്കുകയും ചെയ്തത്. പിന്നെ അത് നാണക്കേടായി എന്നറിഞ്ഞതോടെയാണ് കേസ് പിൻവലിച്ചത്. കോടതിയിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം സാധനങ്ങൾ തിരിച്ചു കിട്ടുകയും ചെയ്തു. എന്റെ ഫേസ്ബുക്കിലും മറ്റും വലിയ അധിക്ഷേപമായിരുന്നു. എന്നെപ്പോലെ ഒരുപാട് പേരെ ഇവർ ദ്രോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭരണം മാറിയതിൽ വലിയ സന്തോഷം തോന്നുന്നു. നല്ലൊരു മുഖ്യമന്ത്രി വരുമെന്ന് പ്രതീക്ഷയുണ്ട്. വട്ടിയൂർക്കാവിൽ വിജയിച്ച K. മുരളീധരന്റെ പരിപാടിയിൽ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു രഞ്ജിത്ത് ഈ ഒരു പ്രതികരണം നടത്തിയത്. ഇതുപോലെ എത്ര സാധാരണക്കാരെയാണ് പിണറായി അധിക്ഷേപിച്ചിട്ടുള്ളത്, അവരെ മാറ്റി നിർത്തിയിട്ടുള്ളത്. ഒന്ന് ഓർത്തു നോക്കണം. ഒരു തൊഴിലാളി പ്രസ്ഥാനം, അതിൻ്റെ അമരത്തുള്ള നേതാക്കളാണ് ഇവരൊക്കെ. ഈ രീതിയിൽ ഇവിടുത്തെ ജനങ്ങളോട് പെരുമാറേണ്ടവരാണോ? പക്ഷേ പിണറായി വിജയനിൽ നിന്ന് 10 വർഷം നമ്മൾ ഇത്തരത്തിലുള്ള ധാർഷ്ട്യങ്ങൾ കൂടിയാണ് കണ്ടത്. അതിനെതിരെയാണ് ജനം വോട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ മോങ്ങിയിട്ട് കാര്യമില്ല. ജനവിധി അംഗീകരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു മാപ്പെങ്കിലും ഫേസ്ബുക്കിലെങ്കിലും പിണറായി വിജയൻ കുറിക്കുക. മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് നിന്ന് വാർത്താ സമ്മേളനം നടത്താൻ കഴിയില്ലെങ്കിൽ ഒരു കുറിപ്പെങ്കിലും ഇടുക. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകൾക്ക് മാപ്പ് ചോദിക്കുന്നുവെന്ന്. പക്ഷെ പിണറായി വിജയനല്ലേ, അത്രത്തോളം ഒന്നും മാപ്പ് പറയാൻ പിണറായി തയ്യാറാകില്ല. എങ്ങനെയായാലും ആ ധാർഷ്ട്യത്തിന്റെ കൊമ്പ് അത്ര പെട്ടെന്നൊന്നും ഒടിയില്ലല്ലോ. മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. നടക്കുമ്പോൾ നാടും പടയും, കിടക്കുമ്പോൾ കട്ടിലും പായും. പിണറായി വിജയന്റെ വാർത്തകൾക്ക് താഴെ വരുന്ന നിലയ്ക്കാത്ത കമന്റുകൾ ഇങ്ങനെയൊക്കെയാണ്. ഭരണം പോയി കൊമ്പത്തൂന്ന് താഴെ ഇറങ്ങിയപ്പോൾ പിണറായി ചിലതൊക്കെ പഠിച്ചു വരുന്നുണ്ടെന്നാണ് ജനം പ്രതികരിക്കുന്നത്.
അധികാരം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ, എപ്പോൾ വേണമെങ്കിലും അത് പോകും. പക്ഷേ ചെയ്ത പ്രവർത്തികൾ മാത്രമായിരിക്കും എക്കാലത്തും നിങ്ങളെ അടയാളപ്പെടുത്തുക. നല്ലത് ചെയ്താൽ ജനങ്ങളുടെ ഉള്ളിലുണ്ടാകും ജനനായക പരിവേഷം, മറിച്ചായാൽ തെറി കേൾക്കേണ്ടി വരും. തിരുത്തേണ്ടപ്പോൾ തിരുത്തിയിരുന്നുവെങ്കിൽ നല്ല ഒരു പടിയിറക്കം പിണറായിക്ക് ഉണ്ടാകുമായിരുന്നു. ഇതുപോൽ ജനങ്ങളും പാർട്ടിക്കാരും കൂവി തോൽപ്പിച്ച് ഇറക്കി വിട്ടു. പിണറായി ഇനിയെങ്കിലും നന്നാകണമെന്നാണ് മലയാളി ഉപദേശിക്കുന്നത്. പാർട്ടിക്കാർ ഒന്നടങ്കം പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ജനം എതിരായി കഴിഞ്ഞു. കടുത്ത പ്രതിസന്ധിയിലാണ് കപ്പിത്താൻ. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലൊന്നും കാരണഭൂതനെ കൊണ്ട് വെച്ചേക്കരുതേ എന്നും പരിഹാസം. എത്ര PR വർക്ക് കൊണ്ട് ഇമേജ് ബിൽഡ് ചെയ്യാൻ നോക്കിയാലും അതിന് കുമിളയുടെ ആയുസേ ഉണ്ടാകൂ. ഒരു വശത്ത് ചിരിച്ച് കഥ പറഞ്ഞ് എത്ര ഇന്റർവ്യൂ ആയിരുന്നു പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് മുൻപ് കൊടുത്തത്. പക്ഷേ എത്രയൊക്കെ നന്നായി എന്ന് കാണിക്കാൻ ശ്രമിച്ചപ്പോഴും വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന ഡയലോഗും അടിച്ച് പിണറായി എല്ലാം തൊലപ്പിച്ചത് നമ്മൾ കണ്ടതല്ലേ. എത്രയൊക്കെ മെനയാകാൻ നോക്കിയാലും ഉള്ളിൽ കിടക്കുന്ന തനിക്കൊണം അത് ഇടയ്ക്ക് പുറത്തു ചാടും. പിണറായിക്ക് വലിയ ഉപദേശങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.